നമ്മുടെ സംസ്ഥാനമായ കേരളം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നെങ്കിലും ഉൽപാദന മേഖലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്നത് കൊണ്ട് തന്നെ തൊഴിലന്വേഷിച്ച് അന്യ പ്രദേശങ്ങളിലേക്ക് കുടിയേറുകയും തൊഴിലെടുത്ത് ജീവിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത് ഇവരുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മുടെ സ്കൂൾ വിദ്യാലയങ്ങളിൽ ഇന്നിപ്പോൾ അവധി നൽകുന്നത്, വേനൽ അവധി നൽകുന്നത്, 2 മാസത്തെ അവധി നൽകുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലെ അവധി ദിനങ്ങൾ മലയാളികൾ ക്രമീകരിച്ച് അതിനനുസൃതമായ ഒരു ചാർട്ടുമായി സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ ചില മാറ്റങ്ങളെപ്പറ്റി, കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളെപ്പറ്റി നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ വിഷയം ശാസ്ത്രീയ മനോഭാവം സമൂഹത്തിൽ എന്നതാണ്. 21ാം നൂറ്റാണ്ടിൽ ചേരുന്ന നേതാക്കളും മന്ത്രിമാരുമാണോ ഇടതുപക്ഷ നേതൃത്വത്തിൽ ഈ 21ാം നൂറ്റാണ്ടിലുള്ളത് എന്ന ചോദ്യം എന്നെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. അത്തരം നൂറ്റാണ്ടിന് ചേരാത്ത അവസ്ഥയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരാളാണ് ശ്രീ ശിവൻകുട്ടി എന്ന കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെപ്പോലുള്ളവരെ നിസ്സംഗഭാവത്തിന് വിട്ടുകൊടുക്കാൻ പ്രേരിപ്പിക്കാറുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനം തിരഞ്ഞെടുത്ത് ഭരണമേൽപ്പിച്ച മുന്നണിയിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ സമൂഹത്തിൻ്റെ ചലനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകമായി അദ്ദേഹം മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലജ്ജ തോന്നുമ്പോഴും അത് മറച്ചുവെച്ച് പലപ്പോഴും അഭിപ്രായങ്ങൾ പറയാറുമുണ്ട്. ഇനിയിപ്പോൾ വേനലവധിയായി നൽകുന്ന ഏപ്രിൽ മാസങ്ങളിലെ വിദ്യാർത്ഥികളുടെ 2 മാസത്തെ അവധി ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റുന്നതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം പൊതുജനങ്ങളിൽ നിന്നും ചോദിക്കുകയാണ്. വലിയ ചിലവില്ലാത്ത ഒരു അഭിപ്രായ പ്രകടനം എന്ന് തോന്നാമെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അങ്കലാപ്പ് വളരെ വലുതാണ്. ഒന്നാമത്, ആദ്യം സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടിന് ചേരുന്ന വ്യക്തിത്വത്തിന് ചേരുന്ന അവസ്ഥയിലാണോ ഇപ്പോൾ ശ്രീ ശിവൻകുട്ടി മന്ത്രി എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, ഏതെങ്കിലും പണ്ഡിതന്മാരോ ഏതെങ്കിലും വിദഗ്ധ സമിതിയോ പഠനം നടത്തി ഇത്തരം ആവശ്യം മുന്നോട്ട് വച്ചിരുന്നോ എന്നതാണ്. വേനലവധി എന്നതിൽ നിന്നും മാറിയുള്ള ചിന്ത സമൂഹത്തിന് ഉയർത്താൻ മാത്രം ചൂടിനെ ക്രമീകരിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതും പ്രസക്തമാണ്. ചുരുക്കത്തിൽ, വായിൽ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖലയിലെ നിലപാട് ശാസ്ത്രീയ മനോഭാവത്തെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.